ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി വിഷ്ണുവിനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് കാത്തിരിക്കുകയാണ്. ശാലിനി വല്ലാത്ത ടെൻഷനിലാണ്. വിഷ്ണുവേട്ടൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ. ദൈവമേ, ഞാൻ എങ്ങനെ ഇതൊക്കെ വിഷ്ണുവേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഏത് രീതിക്കാണ് വിഷ്ണുവേട്ടൻ പ്രതികരിക്കുന്നത് എന്നൊക്കെ ഓർത്ത് കരയുകയാണ്. വിഷ്ണു ആണെങ്കിൽ തീരെ ഇഷ്ടമില്ലാതെയാണ് കാറിൽ ശാലിനിയെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ പുതിയ കള്ളത്തരം പറഞ്ഞു വീണ്ടും എന്നെ ചതിക്കാനാണ് അവൾ കാണിക്കുന്നത്. എങ്കിലും തനിക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ കഴിഞ്ഞു? അമ്മ പറഞ്ഞതുപോലെ അത്ര മോശക്കാരി പെണ്ണാണോ താൻ? ഏതായാലും ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം എന്നും പറഞ്ഞ് കാർ ഓടിച്ചു കൊണ്ടുവരികയാണ്. വിഷ്ണു വരുന്നത് കണ്ട് ശാലിനി ഓടിച്ചെന്ന്, വിഷ്ണുവേട്ടാ. വിഷ്ണു ദേഷ്യവും വെറുപ്പും കലർന്ന ഭാവത്തിൽ, വേണ്ട, ഇവിടെ നിന്നാൽ മതി. എന്താ പുതിയതായിട്ട് വല്ലതും കള്ളത്തരം കണ്ടുവച്ചിട്ടുണ്ടോ പറയാൻ? എന്റെ വിഷ്ണുവേട്ടൻ കരുതുന്ന പോലെയല്ല കാര്യങ്ങൾ. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ എന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സോറിയിൽ തീരുവോ വിഷ്ണുവേട്ടാ? എന്നോട് എന്തിനാ ഇത്രയും ദേഷ്യം കാണിക്കുന്നേ? അതിന് തക്കതായ എന്തേലും തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ശാലിനിയുടെ വാക്ക് കേട്ട് വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്താ ചെയ്തില്ലേ നീ? ഞാൻ എന്റേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ആളാണ് താൻ. തന്നിൽ എനിക്ക് മാത്രമേ അവകാശമുള്ളെന്ന് വിശ്വസിച്ചു അഹങ്കരിച്ചുകൊണ്ട് നടന്നതാണ് ഞാൻ. ആ വിശ്വാസമാണ് താൻ തകർത്തത്. സത്യം എന്താണെന്ന് ഞാൻ പലവട്ടം ചോദിച്ചതാ. താൻ അത് ഇതുവരെ പറഞ്ഞോ? സത്യമോളുടെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന് ഞാനും എൻ്റെ അമ്മയും മാറി മാറി ചോദിച്ചു. എന്നിട്ട് താൻ എന്തേലും ഒരു അക്ഷരം മിണ്ടിയോ? എന്തൊക്കെയോ നിങ്ങൾ ഒളിക്കുന്നുണ്ട്. അതന്നേ എനിക്കറിയായിരുന്നു. ഇതുവരെ ഞാനും എൻ്റെ അമ്മയും ചോദിച്ചതിനുള്ള ഉത്തരമാണ് സത്യയുടെ അച്ഛൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. എനിക്കറിയണം അതാരാണെന്ന് പറ ശാലിനി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയണം. സത്യയോടൊപ്പം വന്ന സത്യയുടെ അച്ഛൻ ആരാ? ശാലിനി പറയുക. സത്യമെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ എന്നെ ഈ പഴിച്ചതിനൊക്കെ വിഷ്ണുവേട്ടൻ ദുഃഖിക്കും. വിഷ്ണു ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, എനിക്ക് വേറെ പണിയുണ്ട്. ശാലിനി പെട്ടെന്ന് വിഷ്ണുവിന്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. വിഷ്ണുവേട്ടാ, അന്ന് സത്യയോടൊപ്പം വന്ന അക്ഷയ് എന്ന് പറയുമ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ അവിടെ വരികയാണ്. അതിൽ നിന്ന് ശാരദാമ്മയും സത്യമോളും ഇറങ്ങി വരികയാണ്. സത്യമോൾ വിഷ്ണുവിനെ കണ്ട് വലിയ സന്തോഷത്തിൽ ഓടി വരികയാണ്. ഹായ് ബിഗ് ഫ്രണ്ട്, എപ്പോ വന്ന്? വിഷ്ണു സത്യയോട് ചോദിച്ചു. മോൾ എവിടെ പോയതാ? അത് ഞാൻ ക്ഷേത്രത്തിൽ പോയതാ. എനിക്ക് മുട്ടുകാൽ പ്രദക്ഷിണം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചതാ. എന്റെ അച്ഛൻ വന്നു. എന്നോട് ഭയങ്കര സ്നേഹമാ എന്റെ അച്ഛന്. ഞാൻ പറയുന്നിടത്തൊക്കെ കൊണ്ടുപോകും. ഞാൻ പറയുന്നതെല്ലാം മേടിച്ചു തരും. എന്റെ അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടവാ. സത്യമോൾ ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ പറയുമ്പോൾ ശാലിനിയും ശാരദാമ്മയും നിന്ന് വിറയ്ക്കുകയാണ്. ദൈവമേ, എരിയുന്ന തീയിലോട്ടാണല്ലോ ഈ കുഞ്ഞ് എണ്ണ കോരി ഒഴിക്കുന്നത്. വിഷ്ണു ഇതെല്ലാം കേട്ട് നെഞ്ചു തടവിയും തലചൊറിഞ്ഞും പല്ലു കടിച്ചും വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുക. ശാലിനി ശാരദാമ്മയോട് പറയുക, അമ്മേ, സത്യ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോ. എന്താ മോളെ, നീ വിഷ്ണുവിനോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ലേ? അയ്യോ ഇല്ലമ്മേ, ഇവളെ ഒന്ന് വിളിച്ചോണ്ട് പോ. അങ്ങനെ ശാരദാമ്മ സത്യയെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയി. ശാലിനി ഉടനെ, വിഷ്ണുവേട്ടാ, സത്യയോടൊപ്പം അക്ഷയ് എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു കരഞ്ഞുകൊണ്ട് രണ്ട് കൈ കൂപ്പി തൊഴുതുകൊണ്ട് പറയുക, വേണ്ട, താൻ ഇനി ഒന്നും പറയണ്ട. എന്താ ശാലിനി വീണ്ടും ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് എന്നെ ദ്രോഹിക്കുന്നത്? ആ കുഞ്ഞ് അവളുടെ അച്ഛനെ കുറിച്ച് അത്രയും പൊക്കി പറഞ്ഞത് ഞാൻ കേട്ടതല്ലേ? ആ കുഞ്ഞിന് കൊടുക്കുന്ന പോലുള്ള സ്നേഹമല്ലേ തനിക്കും തരുന്നത്? അവനോടുള്ള തൻ്റെ ഇഷ്ടം കാരണം തനിക്ക് എന്നോടുള്ള വെറുപ്പിന്റെ തുടക്കമല്ലേ? എൻ്റെ വിഷ്ണുവേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അത് ഞാനാ. അതേടി, ഞാനാ. എല്ലാം വരുത്തി വെച്ചത് ഞാൻ തന്നെയാ. എന്നിട്ട് കുറ്റപ്പെടുത്തൽ മൊത്തം എനിക്ക്. എടോ, താൻ എന്നെ ചതിക്കുവല്ലായിരുന്നോ എന്ന് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്. അപ്പോൾ സത്യ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ? നമുക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാലോ. വിഷ്ണു ഉടനെ, ഇനി നമ്മളൊന്നൊന്നില്ല മോളെ. ഉടനെ ശാലിനി, വിഷ്ണുവേട്ടാ, എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇത്രയും കഠിന ഹൃദയമൊന്നും എനിക്കില്ലടോ. ഇതിൽ കൂടുതലുള്ള ദുഃഖം താങ്ങാനുള്ള കഴിവും എൻ്റെ ഹൃദയത്തിനില്ല. അതുകൊണ്ടെല്ലാം ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞ് വിഷ്ണു കരഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. എല്ലാം കൈവിട്ടു പോയല്ലോ എന്ന് ഓർത്ത് ശാലിനി സങ്കടം സഹിക്കാൻ കഴിയാതെ ഭിത്തിയിൽ തല ചായ്ച്ചിരുന്ന് കരയുകയാണ്. വിഷ്ണുവിനാണെങ്കിൽ കണ്ണുനീര് കൊണ്ട് കാർ ഓടിക്കാനേ കഴിയുന്നില്ല.
കണ്ണുനീര് തുടച്ചും നെഞ്ചുപൊട്ടിക്കരഞ്ഞുമാണ് വിഷ്ണു പോകുന്നത്. പിന്നെ കാണിക്കുന്നത് മഹാദേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമൂഹ വിവാഹമാണ്. വധുവരന്മാരും അവരുടെ രക്ഷകർത്താക്കളും എത്തിയിട്ടുണ്ട്. 4 പെൺകുട്ടികളുടെ കല്യാണമാണ് അവിടെ നടക്കുന്നത്. 5 പവനും 50,000 രൂപയാണ് സത്യാമ്മ കൊടുക്കുന്നത്. എല്ലാവരും സത്യാമ്മ തന്നെ വധുവരന്മാരെ അനുഗ്രഹിക്കണമെന്ന് സത്യാമ്മ അനുഗ്രഹിച്ച് നടത്തിക്കൊടുത്ത എല്ലാ കല്യാണവും നല്ല രീതിക്ക് തന്നെയാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ട്. ശാലിനി രാവിലെ ഓഫീസിൽ അർജന്റ് മീറ്റിംഗിന് വേണ്ടി ധൃതി പിടിച്ചു പോകാൻ പുറത്തോട്ട് വരുമ്പോൾ അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശാന്തയും ചെറിയമ്മയുടെ മകളും കൂടി ഓട്ടോറിക്ഷയിൽ വരികയാണ്. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ശാരദാമ്മ പൈസയെല്ലാം കൊടുത്തു വിട്ടതായിരുന്നു. അവർ കരഞ്ഞോണ്ടാണ് വരുന്നത്. ശാലിനി കാര്യങ്ങളെല്ലാം തിരക്കുമ്പോൾ അറിയുന്നു അവളെ കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന ചെറുക്കൻ ചതിച്ചു. ഇന്ന് സമൂഹ വിവാഹത്തിന് അവൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. അവൻ വേറെ കെട്ടിയാൽ ഇവൾ ജീവിച്ചിരിക്കില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും മോളെ, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് ശാലിനി സത്യാമ്മ നടത്തുന്ന സമൂഹ വിവാഹത്തിലേക്ക് പോലീസുമൊക്കെയായിട്ട് വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സത്യാമ്മയുടെ സ്വഭാവം അനുസരിച്ച് ആ വിവാഹം മുടങ്ങിയാൽ ഉടൻ വരന്റെ സ്ഥാനത്ത് വിഷ്ണുവിനെ നിർത്തി കെട്ടട താലി എന്ന് പറയുമെന്ന് തോന്നുന്നു. ഇതിന്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.